എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ വെട്ടി തുറന്ന് പറയാനുണ്ട്. നിങ്ങൾ ഞെട്ടിത്തരിക്കും. കൊച്ചു കുടുംബം, സംതൃപ്ത കുടുംബം. അതാ ഇരുട്ടിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്. നിങ്ങളുടെ അണ്ണാക്കിലും മൂട്ടിലും തലയിലും ആണോ ബോംബ് വീഴാൻ പോകുന്നത്? ബോംബ് ഒരു ബോംബ് കഥ ഞങ്ങളുടെ മൂട്ടിലോ? ഞങ്ങൾക്കൊന്നും പേടിയില്ല. ഗോവിന്ദന് ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ വി ഡി സതീശൻ പറയുന്നു നിങ്ങളുടെ അണ്ണാക്കിലിട്ട് കൂടി. ഉച്ചയായപ്പോഴത്തേക്ക് വി ഡി സതീശൻ പറഞ്ഞ കേട്ടില്ലേ? സമ്മേളനം വിളിച്ചു കൂട്ടി. ഞങ്ങൾ പേടിച്ചു. എല്ലാവരെയും കേരളം ഞെട്ടുന്ന ചിലത് പുറത്തുവിടാനുണ്ട്. അയ്യോ പേടിയായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് കമ്മിയൊക്കെ പേടിയാന്ന്. സംഖ്യകളോ? ഇടയ്ക്ക് അങ്ങനെയാണേലും സംഖ്യകളെ വിളിക്കും. പേടിയാന്ന്. അയ്യോ പേടിയാ. ശരിക്കും നിങ്ങൾക്ക് പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല ബോംബ് കത്തിന്റെ വലിയ കുത്താണോ? കത്തിന്റെ കുത്ത് അവിടെ വെച്ചോണ്ടിരിക്കുകയുള്ളൂ. എന്ത് ബോംബുണ്ടെങ്കിലും. അല്ല, കത്തുമായി ബന്ധപ്പെട്ട അതായത് MP ഗോവിന്ദനെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന ഹവാല ഇടപാടുകാരന്റെ കത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വി ഡി സതീശന് കിട്ടിയോടോ? രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കെതിരെ ബോംബുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ വരേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ നെഞ്ചുരിച്ച് നേരിടും. അയ്യോ, MP ഗോവിന്ദൻ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ബോംബൊക്കെ വീഴുന്നത് ഇപ്പൊ കോൺഗ്രസിലാണെന്ന്. അതെ, അവിടെ തന്നെ പൊട്ടിക്കൊണ്ട് അത് പൊട്ടിയ ബോംബിന്റെ കാര്യം അവര് നേരെയാക്കാൻ പറ. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പൊട്ടിക്കാൻ വരാന്ന് പറയാം. അതുമല്ല, സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയാണ് CPM എന്ന് ആര് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവര് നാട് മുഴുക്കെ മറ്റേ കോഴിയേയും കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിലിനെ കളിയാക്കാൻ ഇറങ്ങി. അപ്പൊ തിരിച്ച് അവരെന്ത് ചെയ്തു? ഇവരുടെ ശ്രീരാമകൃഷ്ണന്റെയും മറ്റേ തോമസ് ഐസക്കിന്റെയും വൈശാഖിന്റെയും ഒക്കെ ഫോട്ടോയും വെച്ച് കോഴി ഫാമിന്റെ ഒരു കോഴി ഫാം എന്ന് എഴുതി, CPMന്റെ കോഴി ഫാം എന്ന് എഴുതി അവര് പ്രതിഷേധിച്ചു. ഈക്വൽ ആയില്ലേ? അവർക്കും കിട്ടി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണേലും പീഡനമാ. മാസങ്ങൾക്ക് മുന്നേ നടന്ന പീഡനത്തിന് ഇപ്പോഴാണ് കൊടിയും കൊട്ടി വന്നിരിക്കുന്നത്. ഇത്രയും കാലം അതല്ലേ പറഞ്ഞേ. എടോ അങ്ങനെ നിങ്ങൾ തീവ്രത അളക്കണ്ട. പീഡനം തന്നെ, വർഷങ്ങൾക്ക് മുമ്പായാലും ഇപ്പോഴായാലും. അല്ല, ഈ ആരോപണ വിധേയരൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മറ്റേ മുന്തിയ പദവിയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അന്ന് ഇവിടെ ആർക്കും പ്രതിഷേധിക്കണോ? പ്രതിഷേധിച്ചല്ലോ. ഉളുപ്പില്ലാത്തതുകൊണ്ടും ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ രാജിവെപ്പിച്ചില്ല അവരെ ആരെയും. നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മുകേഷിനെയൊക്കെ രാജിവെപ്പിക്കണമായിരുന്നു. അത് പിന്നെ ആവശ്യമില്ല. ആവശ്യമില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ എന്താ രാജിവെക്കരുത്? രാഹുൽ മാങ്കൂട്ടവും മുകേഷും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ബോംബിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് കിട്ടിയോ? ആരുടെ നെഞ്ചത്തോട്ടാ പൊട്ടാൻ പോകുന്നത്? BJPയെ വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് കാളയെയും കൊണ്ട് പ്രതിഷേധം നടത്തിയ BJPക്കാരോട് എനിക്ക് 10 വർത്താനം പറയാനുണ്ട്. ആ കാളയെ നിങ്ങൾ കൊടുക്കാൻ വരട്ടെ, അത് നിങ്ങൾ റെഡിയാക്കി നിർത്തിക്കൊള്ളൂ. വീണ്ടും നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് കാളയുമായി ഒരു പ്രതിഷേധ മാർച്ചിന് സാധ്യതയുണ്ടെന്ന്. BJPയെയും CPMനെയും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ഒരേ സമയം വെല്ലുവിളിക്കണമെങ്കിൽ നിങ്ങളെ രണ്ടാളെയും പ്രതിക്കൂട്ടിലാക്കുന്ന എന്തോ ഒന്ന് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലേ? BJP ഉണ്ട്, ഞങ്ങൾ മാത്രമല്ല. നിങ്ങൾ എവിടെ പോയാലും CPM ഉണ്ടല്ലോ കൂടെ. അല്ലല്ല, BJP ഉണ്ടല്ലോ കൂടെ. അങ്ങനെയാണല്ലോ നിങ്ങളുടെ ബന്ധം. തന്നെയല്ല, ഈ രാജീവ് ചന്ദ്രശേഖറിനെ വി ഡി സതീശൻ വെല്ലുവിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ CPMലെ വല്ല നേതാക്കളും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള എന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ, കുൽസിത പ്രവർത്തനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലേ തന്നെ EP ചിറ്റപ്പൻ മറ്റേ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരൻ പുറത്തായിരുന്നല്ലോ. റിസോർട്ട് മേടിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നും കൊണ്ടുവരുന്നത് പെണ്ണ് കേസ് ഞങ്ങൾക്ക് ഇനി വയ്യ. വേറെ രാഹുലിന്റെ പെണ്ണ് കേസ് പുറത്തു വന്നുകൊണ്ട് ഞങ്ങളെ പെണ്ണ് കേസിൽ കൊടുക്കണം. ഓ, നിങ്ങൾക്ക് പിന്നെ എല്ലാം നല്ല മെനയുള്ള കേസുകൾ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ സരിതയുടെ അടിപ്പാവാടോ ക്ലിപ്പ് തിരക്കി പോവുക എന്നെല്ലാം കിട്ടിയായിരുന്നു. തുറന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, ക്ലിപ്പൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് കാണിക്കാതെ നിങ്ങൾ അധികം കാണിക്കാതെ നല്ലത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്തോ ഒന്ന് ഇല്ലേ രാജീവ് ചന്ദ്രശേഖറും നിങ്ങളുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? 2 പേർക്കുണ്ടെന്നാണോ 2 പേർക്കും ഉണ്ടെന്നാണോ? 2 പേരുമായി ചേർന്ന് രാജീവ് ചന്ദ്രശേഖറും CPMലെ ഏതെങ്കിലും നേതാക്കളുമായി ചേർന്ന് എന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഡിങ്കോൾഫികൾ ഉണ്ടായി
ആയിട്ടുണ്ടോ? ഉണ്ടോ 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 ഉണ്ടോ? പെണ്ണ് കേസാവാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പോട്ട് അതാകാനും സാധ്യതയുണ്ട്. ഓ, അപ്പൊ മറ്റേ അഴിമതിയൊക്കെയാണ് കുഴപ്പമില്ല. പെണ്ണ് കേസ് വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ തന്നെ കോഴികളെ തട്ടിയിട്ടും ഇത്രയും കോഴികളെ തട്ടിയിട്ടും മുട്ടിയിട്ടും AKG സെന്ററിൽ നടക്കാൻ വയ്യ. ഇനി വയ്യെന്ന് പെണ്ണ് കേസ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനെയും നിങ്ങളെയും കൂടി ഒരേ സമയം വെല്ലുവിളിക്കണമെങ്കിൽ BJP CPM കൂട്ടുകെട്ടിന്റെ ഏതോ ഒരു ബോംബ് 2 ബോംബ് പൊട്ടാനുണ്ടെന്നാ തോന്നുന്നത്. എന്തുവാടോ ഒന്ന് ആലോചിച്ച് നോക്ക്. വല്ലതും കാണിച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങള്? കേരളം ഞെട്ടു എന്നാണ് VD സതീശൻ പറഞ്ഞത്. വൈദേഹം അത് വന്ന് കെട്ടടങ്ങിയതല്ലേടോ. ഇല്ല, EP ആവാൻ സാധ്യതയില്ല. EP ആകണമെങ്കിൽ കേരളം ഞെട്ടുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. EP-യുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും ഞെട്ടിയതാണ്. വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖർ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, രാജീവ് ചന്ദ്രശേഖറിനെ ഇവിടെ തിരുവനന്തപുരത്ത് വിജയിപ്പിച്ചെടുക്കാൻ BJP-യേക്കാൾ പണിയെടുത്തത് നിങ്ങൾ CPM ആണ് എന്നൊരു ആരോപണം അന്ന് ഉണ്ടായിരുന്നു. പന്ന്യൻ രവീന്ദ്രന് പണിയെടുത്തത് പിന്നെ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി നിങ്ങളുടെ ഏത് നേതാക്കൾ പണിയെടുത്തു? പിണറായി വിജയൻ പോയായിരുന്നോ പാർട്ടി പരിപാടിക്ക്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വേദികളിൽ പിണറായി വിജയൻ പോയായിരുന്നു? സമയം കിട്ടില്ല. നിങ്ങളുടെ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ പോയായിരുന്നു? സമയം കിട്ടില്ല. സമയം കിട്ടില്ല. അതായത് ആ മനുഷ്യനെ അവിടെ തോപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ പണിയെടുത്തു. ഇവരുടെ EP ചിറ്റപ്പം പോലും എന്ന് പറഞ്ഞ എന്താണ്? തിരുവനന്തപുരത്ത് CPM-ഉം BJP-യും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. ഉൾക്കൊണ്ടോടോ ഇത് പറയാൻ? ഉൾക്കൊണ്ടോടോ? അതായത് കേരളത്തിൽ ആകെ ഒരേ ഒരു MP മാത്രമുള്ള BJP ആണോ നിങ്ങളുടെ എതിരാളികൾ? അപ്പൊ BJP എന്തോ ചരിത്രത്തിൽ പോലുമില്ല, ഭൂപടത്തിൽ പോലുമില്ല. ഞങ്ങൾക്ക് എതിരാളികൾ എപ്പോഴും BJP തന്നെയാണ്. അയ്യേ, നിങ്ങളുടെ നേതാക്കളെല്ലാം നേരെ തിരിച്ചാണല്ലോ പറയുന്നത്. കോൺഗ്രസ് ആണ് ഞങ്ങളുടെ എതിരാളികൾ. ഞങ്ങൾ ഉദ്ദേശിച്ചത് വർഗീയത. അപ്പൊ BJP എന്തോ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുകയല്ലേ ചെയ്യുന്നത്? BJP-യുടെ വർഗീയത അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് പിന്നെ വർഗീയത ഇല്ലാത്തോണ്ട് കുഴപ്പം. ഞങ്ങൾക്ക് വർഗീയതയൊന്നുമില്ല. BJP-യുടെ അത്രയും വർഗീയത ഞങ്ങൾക്കില്ല. മലർന്ന് നടന്ന് തുപ്പുകാന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തീവ്രത കൂടി ആൾക്കാർക്ക് കമിഴ്ന്ന് കിടക്കുന്ന കാര്യമൊക്കെ വരത്തുള്ളൂ. മലർന്നിരുന്ന് തുപ്പുന്ന കാറ്റി നല്ലത് കമിഴ്ന്നിരുന്ന് തുപ്പുന്നതാന്ന് പറഞ്ഞതാ. ഇതാണ് പ്രശ്നം. എങ്ങനെ വന്നാലും കുത്സിതത്തിലോട്ടേ പോകത്തുള്ളൂ. അങ്ങനെയല്ല, തുപ്പേ മലർന്നിരുന്ന് തുപ്പിയാലേ ഞങ്ങളുടെ മുഖത്ത് വീഴൂലേ? അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. മലർന്ന് കിടന്ന് തുപ്പല്ലേ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. എന്ത് തുപ്പി? എന്തുള്ള വേട്ടാവളിയന്മാരും ഉണ്ട് അവിടെ ഉണ്ടല്ലോ, അപ്പുറത്തും ഉണ്ടല്ലോ കുറെ വേട്ടാവളിയന്മാര്. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് വേട്ടാവളിയന്മാര്. അപ്പൊ എന്താ ബോംബ് എന്നുള്ളതിന്റെ എന്തെങ്കിലും സൂചന കിട്ടിയോ? പിണറായി എന്തെങ്കിലും പറയുന്നുണ്ടോ? വാ പൂട്ടിക്കെട്ടി ഇരിക്കുവാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് ചോദിച്ചാലോ എന്താണെന്ന്? പറ, കേസ് എടുക്കത്തില്ല, എന്തോ കാര്യം ചോദിക്കും. സത്യം പറയൂ, എന്താണ് ബോംബ്? നിങ്ങൾ എന്തോ ലിങ്കോൾഫി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട്? ഒന്നും ഇല്ലാതെ പറയില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. നാളെ പൊട്ടിക്കോ? ഇന്ന് ഇപ്പൊ സമയം ഒന്നും പറഞ്ഞിട്ടില്ല. പൊട്ടിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടക്ക് സാമി എന്ന് കൂട്ടത്തിലുള്ളവരെല്ലാം കൂടെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് അത് തന്നെ, ചുമ്മാ ഒന്നും കാണൂല. ഇപ്പഴൊന്നും ഉടക്കില്ല, വെറുതെ എന്തോ എടുത്തുകൊണ്ട് വരണതാണ്. ഞങ്ങക്ക് പേടിയില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ട് പ്രതിസന്ധി രൂക്ഷമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, മറ്റേ കസേര VD സതീശന് കിട്ടില്ല എന്നുള്ള പേടി, അങ്ങനെയൊക്കെ അടിമുടി മറ്റേ ഇളകി നിൽക്കുവാണ് VD സതീശൻ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഇനി അവരെന്ത് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ കേസ് തന്നെയാണ്. അതിന് വലിയ പൊട്ടാനില്ല. ഇവിടെ നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? പിന്നെ നാണം നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നാണം ഉണ്ടോ നിങ്ങൾക്ക്? രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു എതിരാളിയൊക്കെ ആയി കാണുന്നത് നിങ്ങളോട് എന്ത് പറയാനാണോ? നിങ്ങളുടെ പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞ എന്തോന്നാണ്? MV ഗോവിന്ദൻ ഇതുവരെ പറഞ്ഞ എന്തോന്നാണ്? അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു ഇരയല്ല എന്നാണ്. എന്നിട്ട് നിങ്ങൾ ഒരു വലിയ ഇരയാണെന്ന് പറഞ്ഞു വെക്കുകയാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ വരെ നിങ്ങൾ ഭയപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ VD സതീശനിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് വെല്ലുവിളിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് മറ്റേ എവിടെയായിരുന്നു വടകരയിൽ കൊണ്ടുപോയി മറ്റേ ആ M സ്വരാജിനെ നിർത്തിച്ചത്. തോപ്പിച്ച് തൊപ്പി ഇടിപ്പിച്ചു. അവസാനം ഇപ്പം ആ മനുഷ്യനെ കാണാൻ പോലും ഇല്ല. പൊതുമധ്യത്തിൽ M സ്വരാജിനെ കാണാനില്ല. ലൈബ്രറിയിലുണ്ടല്ലോ. ആ ലൈബ്രറി കുത്തിയിരിക്കും, അല്ലാതെ വേറെ വഴിയുണ്ടോ? പുറത്തിറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ കണ്ടവരൊക്കെ വെല്ലുവിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണോ അതിന്റെ പിന്നാലെ വാലും കടിച്ച് നടക്കുന്നത്? അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ രാഹുൽ അനുഭവിക്കുന്നത്. M സ്വരാജനോട് കളിച്ച ഇങ്ങനെ എന്ത് വെല്ലുവിളിച്ച് അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. എന്ത് പോകാൻ വല്ല CCTV ക്യാമറ ദൃശ്യങ്ങളും തന്നെയുണ്ടോ? അതെ, നിങ്ങൾ ആരെയും എന്തെങ്കിലും ചെറ്റപ്പൊക്കാൻ വല്ലതും പോയോടോ? അല്ല വീഡിയോ നല്ല തീട്ടക്കേസ് കൊണ്ട് വന്നാണല്ലോ. അതെ, പൂ പറിക്കാൻ വിളിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ.
തോമസ് ഐസക്കൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത എന്തുകൊണ്ട് വന്നാലും ഞങ്ങൾ മോങ്ങും. മോങ്ങൂല. ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളതിനെക്കാട്ടി വലുതല്ല. ഇത്രയും നാറി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലൊന്നും നാറാനില്ല. അയ്യോ, ഇവിടെ നാറി നിൽക്കുന്നത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. ആരാ നാറി നിൽക്കുന്നതെന്ന്. ഇടയ്ക്കൊരു കാലത്ത് മറ്റേ ഈ പറയുന്ന തോമസ് ഐസക്കിനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ശ്രീരാമകൃഷ്ണനെതിരെയും മുകേഷിനെതിരെയൊക്കെ വിവാദം വന്നപ്പോ നിങ്ങൾ ഇതുകൂട്ട് അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയായിരുന്നല്ലോ. അപ്പൊ ഇവിടെ സ്ത്രീ സുരക്ഷ വേണ്ടായിരുന്നോ? കൊല്ലത്തെ പരിപാടിയിൽ മുകേഷിനെ അടുപ്പിച്ചില്ല. അവിടെ പെണ്ണുങ്ങൾ കൊണ്ടായിരിക്കും കൂട്ടിയിട്ട് ആളുകൾ പിന്നെ 1 2 എന്ന് പറയും. ഇത് 1 2 ഒതുങ്ങുന്നുണ്ടോ? അത് കല്യാണം കഴിഞ്ഞവരെന്ന് പറയും. ഇത് കല്യാണം കഴിയാത്തത്. കല്യാണം കഴിഞ്ഞിട്ടും ആ കുത്തിക്കായ അത് തീരാത്തവരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. അപ്പന്മാരെ പറഞ്ഞിരുത്താം. ചെറുക്കന്മാർ ഇങ്ങനെ കാണിച്ച വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് യുവ നേതാക്കന്മാര് കോൺഗ്രസിന്റെ നാളത്തെ ഭാവി ഉള്ള ചെറുപ്പക്കാര് ഇങ്ങനെയൊക്കെ ചെയ്ത മോശല്ലേ? അപ്പൊ ഈ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഞരമ്പ് രോഗം ആകാവുന്നതാണോ? അങ്ങനെയല്ല. എന്നാലും അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്തോ പീഡനം നിങ്ങൾക്ക് ആകാവുന്നതാണോ? പി ശശി ആരോപണം വന്ന് ഞങ്ങൾ നടപടി എടുത്ത നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ നടപടി എടുത്തില്ലേ? എന്ത് നടപടിയായിരുന്നു? നടപടി എടുത്തു. മാറ്റി നിർത്തിയില്ലേ? മാറ്റി നിർത്തിയിട്ട് പിന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? പിന്നെ അത് നോക്കണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിയോ മാറ്റി നിർത്തിയിട്ട് എന്തായിരുന്നു നിങ്ങൾ കൊടുത്തത്? KTDC ചെയർമാൻ സ്ഥാനം. അതാണ് അതായത് ഈ പീഡകരെ എല്ലാം നിങ്ങൾ ഉന്നത പദവികളിൽ നടപടി എടുത്തോ? എന്റെ ആരെ മുഖം രക്ഷിക്കാൻ, നാട്ടുകാരെ പറ്റിക്കാൻ. അത് തന്നെയാണ് തൊട്ടപ്പുറത്ത് കോൺഗ്രസ്സുകാരും കാണിക്കുന്നത്. അവര് രാജിവെപ്പിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ. പകരം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പല അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജിവെപ്പിച്ചു. പക്ഷെ പാലക്കാട്ടുകാർ സഹിച്ചോളാം. എന്നിട്ട് നിയമസഭയിൽ ഒറ്റയ്ക്കിരുന്ന് മോങ്ങിക്കോളാം. അതെ, എന്തൊക്കെ കാണും ഇനി നിയമസഭയിൽ വരുമ്പോ. എന്തായിരിക്കും പാവം, ഒറ്റപ്പെട്ടിരിക്കുമല്ലേ? അത് നിങ്ങൾ ചേർത്ത് പിടിക്കുവോടോ? ഞങ്ങള് ചേർത്തല്ല പോകണ്ട്. സസ്പെൻഡ് ചെയ്തത് ഇതൊക്കെ എവിടത്തെ നടപടിയാണെന്നോ? സസ്പെൻഡ് ചെയ്യല് ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ കേട്ടിട്ട് പോകില്ലത്തല്ല കാര്യം. പിന്നെ നിങ്ങളുടെ ആൾക്കാരൊക്കെ കാണിച്ചിട്ടുള്ളത് എന്തോ? നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇത് കേട്ടിട്ടേ ഇല്ലേ? സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ കേട്ടിട്ടില്ല. അതെ, അത് ഇവര് നടപടി എടുപ്പിക്കത്തില്ല, ചേർത്ത് വയ്ക്കും. മനസ്സിലായില്ലേ? സംരക്ഷിക്കും. കാരണം എന്താ? ഞങ്ങൾക്ക് പഴുതുണ്ടെങ്കിലേ ഞങ്ങൾ ചേർത്ത് വെക്കുള്ളൂ. ഇത് പഴുതുപോലും ഇല്ല ചേർത്ത് വെക്കാൻ. ഫുൾ ആരോപണം. പേടി ഇനി വരുമോന്ന്. അതോട് മാറ്റി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരം. എടോ എന്റെ പുണ്യ ദൈവമേ, എനിക്ക് ഇതിനൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? പീഡന വീരന്മാരെ കുറിച്ചാണ് നിങ്ങൾ ഈ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ് ജനങ്ങൾ. മനസ്സിലായോ? ഒരു പഴുതുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷിക്കുമെന്ന്. അതെ, എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേർത്ത് നിർത്തും. അതുകൊണ്ട് സഖാക്കൾ പീഡിപ്പിച്ചോളൂ. എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാക്കി വെക്കണം ഇടയ്ക്കൂടെ. മനസ്സിലായോ? സ്കോപ്പ് ഇല്ലെങ്കിൽ സ്കോപ്പ് പോടോ അതില്ലെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയുന്ന നടപടി എടുക്കുമെന്ന്. തേങ്ങാക്കൊല. ഞാൻ ബോംബ് പൊട്ടുന്ന മനസമാധാനം ഉണ്ടായില്ല. ഇരിക്കപ്പുറത്തേയും പോയി. അതെ, എം വി ഗോവിന്ദൻ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചെങ്കിലും MV ഗോവിന്ദന് വിറളി തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാം? കത്ത് വല്ലതുമാണോ പൊക്കിക്കൊണ്ട് വരുന്നേന്നുള്ളത്. കത്താണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പ്രതിരോധിക്കും. എങ്ങനെ പ്രതിരോധിക്കും? ഹവാലക്കാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എങ്ങനെ അത് ശരി, അത് ശരി ബുദ്ധിപരമായ ഞങ്ങളുടെ ബുദ്ധി. അതെ. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് വിജയ സാധ്യതയുണ്ടോ? മൂന്നാമത് നിങ്ങളെത്താൻ പ്രതിപക്ഷത്തെല്ലാം മണ്ടന്മാരായതുകൊണ്ടും VD സതീശന് കസേര കിട്ടില്ല. അതായത് ജയിച്ചാലും മുഖ്യമന്ത്രി കസേര കിട്ടില്ല എന്ന് ഏതാണ്ട് ഒരു ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് ഇപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രി കസേരയിലോട്ട്. അതുകൊണ്ട് VD സതീശൻ ഇതിനോട് എതിർക്കുമല്ലോ. കാരണം മുഖ്യമന്ത്രി കസേര നോക്കിയാണല്ലോ ഇക്കണ്ട കളിയെല്ലാം കളിച്ചത്. കസേര കിട്ടില്ല എന്നായി കഴിഞ്ഞാൽ VD സതീശൻ തന്നെ ഇവരെല്ലാരും തോപ്പിക്കും. നിങ്ങൾ തന്നെ ജയിക്കാനാണ് സാധ്യതയല്ല. ഞങ്ങൾ തന്നെ 3-ാം തവണ. നല്ല കാലം വരുന്നു. നല്ല കാലം വരുന്നു. ഒക്കെ അവിടുന്ന് അന്നേക്കൊന്ന് വലിക്കട മൂട്. ഒലക്കര മൂട്.